അപ്പൊ ചേച്ചി സിനിമ എന്നുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഭാഗത്തിലേക്ക് വരാനുള്ള ഒരു എപ്പോഴാണ് അതിന്റെ ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് അതിനകത്തേക്ക് വന്നത്? സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞുകാലം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തില് അന്ന് ചിത്രഗീതം പരിപാടിയോടാണ്. അത് നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7:30 ചിത്രഗീതം. പണ്ട് കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 92 ഒക്കെ ആയിരിക്കും. അതെ, 92 ആ കാലഘട്ടമാണ് നമ്മുടെ ഓർമ്മയിലുള്ള നമ്മുടെ ജനിച്ച് ഒരു ഇപ്പൊ ഞാൻ ജനിച്ചത് 80s '90s എന്റെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിട്ടുള്ള സമയം. ആ സമയത്ത് ഒരു 4ലോ 5ലോ അങ്ങനെയൊക്കെ പഠിക്കുന്ന കാലഘട്ടമായിരിക്കാം. അപ്പൊ ആ സമയത്താണ് ചിത്രഗീതത്തിനോടാണ്. അന്ന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതൊന്നും ഓർമ്മയിലില്ല. വളരെ കുറച്ച് എപ്പോഴും എന്തോ പോയി കണ്ടിട്ടുള്ളത് ഇത് മാത്രം. ഈ ചിത്രഗീതത്തിലെ പാട്ടുകൾ വരുമ്പോഴാണ് അത് കാണാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിരുന്നു സിനിമ കാണുമ്പോൾ ആ പാട്ട് സീനാണ് ശരിക്കും പറഞ്ഞ മൈൻഡിലേക്ക്. പിന്നെ ഏത് പാട്ടാണ് ഓർമ്മയിലുള്ളത് അത് ഇന്നും മറക്കാതെ? ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനാണെങ്കിൽ വിയറ്റ്നാം കോളനിയിലെ പാതിരവായെന്ന പാട്ടില് ആ പാട്ടാണ് എന്റെ മനസ്സിൽ അന്നും ഇന്നും. കാരണം അന്നത്തെ കാലത്ത് ആ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോ ആ ഓർമ്മ വരും. അതുപോലെ ഏത് പാട്ടാണ് അന്നാ ചിത്രഗീതം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറുതാണ് ചേച്ചി ചോദിക്കാറല്ലോ. ഓടയിൽ നിന്നുള്ള പറഞ്ഞ പടത്തിലെ പോലെ പാട്ടാണെങ്കിൽ അമ്മൂമ്മയായിരിക്കുന്ന കരുതിയാണ് ഞാൻ ചോദിച്ചത്. അതെ, ഇറക്കി വിടുവോ? ഈ ഫ്രെയിം ഒന്ന് ഇറക്കി വിടുവോ? എന്നെ നാണം കെടുത്ത ഓടയിൽ നിന്നാണെങ്കിൽ ഈ അമ്മൂമ്മയാണോ ചോദിക്കാൻ വേണ്ടി തുടങ്ങി. പ്രായത്തിലേക്ക് എന്ത് കാര്യം? പാട്ടുകൾ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും 80s പാട്ടുകളോടാണ് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത്. പക്ഷെ 90s വരുമ്പോ അത് കുറച്ചും കൂടെ ചിത്രം അങ്ങനെയുള്ള ഒരു സിനിമ. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലേറ്റവും കാണണം എന്ന് ഇഷ്ടപ്പെട്ടതൊക്കെ അനീതിപ്രാവിലെ പാട്ടിനോട്. എങ്കിലും നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും കേൾക്കുന്നത് നല്ല പണ്ടത്തെ അത്ര നല്ല പാട്ടുകൾ വരുന്നില്ല കേൾക്കാൻ പറ്റുന്ന പാട്ടുകളില്ല. അതാണ് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മ്യൂസിക് ഇല്ല എന്നുള്ളതാണ്. പാട്ടിന്റെ വരികൾ ചിലപ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് മൊത്തം മ്യൂസിക് ആണ്. ആ മ്യൂസിക് പലതും നമുക്ക് അങ്ങോട്ട് ഒരു തവണ കേട്ടാൽ ഓക്കെ. ആചാര്യം പടം കണ്ടാണോ? സുരേഷ് ഗോപി ചേട്ടന്റെ പടമാണ്. അതിലെ ഡയറക്ടർ അശോകൻ അതിൽ അശോകൻ ചേട്ടൻ മൂക്കിലാരായത്ത് പടം അല്ലേ. അപ്പം ആ സിനിമയിൽ ചായം തന്ന സന്ധ്യ എന്നുള്ള പാട്ടുണ്ട്. അത് ഭയങ്കര ഒരു പാട്ടാണ്. ഇന്നത് കേൾക്കുവാണെങ്കിൽ യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ആചാര്യം പടത്തില് അത് അർത്തന പടത്തിലൊരു പാട്ടുണ്ട്, കാതോരമായി എന്നുള്ള പാട്ട്. അവിടെ പാട്ടാണ് കാതോരമായി മൂളുന്നില്ല. അപ്പൊ അതുകൊണ്ട് പാട്ടുകളൊന്നും ഇനി കിട്ടത്തില്ല. ഒരിക്കലും കിട്ടും. ഇപ്പൊ ആകാശദൂത് പോലെ പേരെ ഒരു പടം ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ? കരയോ? ഇല്ല, കരയത്തില്ല. ആകാശദൂത് ഇമോഷൻസ് ഒക്കെ കുറവാന്നല്ലോ കരഞ്ഞെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും വയലൻസ് ആണ് ഇഷ്ടം. ഇന്ന് വയലൻസ് ഉണ്ടോ എന്നാൽ അവരത് പോയിരുന്ന് കാണും, അത് എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ ആയില്ലേ ഇപ്പോ. ചേച്ചിക്ക് എങ്ങനത്തെ പടങ്ങൾ ഇഷ്ടം? എനിക്ക് പഴയ നമ്മുടെ സത്യൻ അന്തിക്കാട് സാറിന്റെ ആ ഒരു ഫീൽ ഗുഡ് അങ്ങനത്തെ ടൈപ്പ് മൂവീസ് അല്ല, ഞാൻ ആദ്യമായി ചെയ്ത മൂവി തന്നെ ഇച്ചിരി വയലൻസ്. അതൊരു സൈക്കോ ത്രില്ലർ മൂഡിലാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്റ്റോറി കുട്ടികളെ അധ്യാപകർ തന്നെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ പോക്സോമായി കണക്ട് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞ ഓവർ വയലൻസ് ഒന്നും ആ സിനിമയിലില്ല. അത്രേ ഉള്ളൂ. കാരണം അതിൽ ഏറ്റവും വലിയൊരു രസകം എന്താന്ന് പറഞ്ഞാൽ യു സർട്ടിഫിക്കറ്റ് മൂവിയാണ്. എനിക്ക് യു-A പോലും അല്ല. അങ്ങനെ ഒരു വയലൻസ് ആയിട്ട് ഞാൻ എടുത്ത മൂവി ആണെങ്കിലും കുട്ടികളുടെ മൂവി എന്നുള്ള ഒരു കാറ്റഗറിയിൽ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വയലൻസിന്റെ ഇത് നമ്മൾ അധ്യാപകർ എന്ന് പറയുമ്പോ ആണും പെണ്ണും അധ്യാപകർ ഇതിലെല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ തീർച്ചയായും നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം നമ്മൾ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു മദ്രസ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ അങ്ങനെ പല തരത്തിലും നമ്മൾ ന്യൂസുകൾ ഞാൻ അത് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മൂവി പലതും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു മതത്തിനെ കുറിച്ച് പറയില്ല, പക്ഷെ കൂടുതലും അതുകൊണ്ട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതെന്താണെന്നൊരു പിടുത്തം കിട്ടില്ല അല്ലേ?
ആ സമയത്ത് ലേറ്റസ്റ്റ് ആയി നിന്നിരുന്ന ഒരു വാർത്തയായതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാതെ ഞാനൊരു മതത്തിനതായിട്ട് പറഞ്ഞതല്ല. പക്ഷെ ഞാൻ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് ഇങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ എന്റെ അധ്യാപകരെ ഞാൻ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു ഇതായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ പഠിക്കാതെ പോയിട്ടാണെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോഴാണെങ്കിലും നമ്മളെ തല്ലുന്നത് നമ്മള് അപ്പൊ നമുക്ക് വേദനിച്ച് നമ്മൾ കരഞ്ഞെങ്കിലും ഇന്ന് നമ്മൾ അത് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു ഇതാ. കാരണം ഇന്ന് ടീച്ചർ വടിയെടുത്താൽ പ്രശ്നമാണ്. കാരണം നിരോധിച്ചല്ലോ. അത് നിരോധിച്ചത് കൊണ്ട് ഇന്നത്തെ തലമുറ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ അതിനെതിരെ കേസ് കൊടുത്തിട്ട് നമ്മൾ അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വേറൊരു വിഷയം, അതെന്റെ പേഴ്സണലി ആണ്. എങ്കിലും ചില കാര്യങ്ങളിൽ സ്കൂൾ എന്ന് പറയുന്ന സമയത്തുള്ള ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ടീച്ചേഴ്സോ അല്ലെങ്കിൽ അന്നത്തെ സ്റ്റുഡൻസോ അല്ല ഇന്ന് കണ്ടില്ലേ വയനാട്ടില് ഒരു കൊച്ചിനെ തല്ലി അങ്ങോട്ട് കൊന്നു. ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ് അത് ചെയ്തിട്ടുള്ളത്, അവനെ കൊന്നു കളഞ്ഞത്. അപ്പൊ ഇന്ന് അത്രയ്ക്കേ ഉള്ളൂ കൂട്ടുകാരെന്ന് പറയുമ്പോ. അന്ന് കൂട്ടുകാരെന്ന് പറയുമ്പോ എന്തൊക്കെ ഷെയർ ചെയ്തിരുന്നതാ. ചോറും പാത്രത്തിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിച്ചു. അന്ന് ശത്രുത ഉണ്ടെങ്കിലും ആ ശത്രുതയ്ക്ക് പിറ്റത്തെ ദിവസത്തെ രാവിലെ ക്ലാസ്സിന് വരുമ്പോഴേ ആ ഫ്രണ്ട്ഷിപ്പായി തോളത്ത് കൈയിട്ട് നടക്കുന്ന പിണക്കങ്ങളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ പിണക്കങ്ങള് ഒരു കൊച്ചിനെ അങ്ങോട്ട് ജീവൻ ഇല്ലാതെ ആക്കുന്ന തരത്തില് ഇമോഷൻസ് ഇന്നത്തെ ഇമോഷൻസ് ഇല്ല. ഇന്ന് അവർക്ക് പകയാണ്. അവരുടെ ഇമോഷൻ എന്താ? പക. അല്ലാതെ പ്രതികാരം. കൈയൊന്ന് പൊക്കിയാൽ അവൻ എനിക്കെതിരെ കൈ പൊക്കി അവനെ കൈ വെട്ടണം.